15ാം കേരള നിയമസഭയുടെ 13ാം സമ്മേളനം തുടങ്ങാൻ ഇനി അല്പസമയം കൂടിയാണ് ബാക്കിയുള്ളത്. രാജ്ഭവനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ഗവർണർ അർലേക്കർ അദ്ദേഹം ഇപ്പോൾ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അദ്ദേഹം തന്റെ ആദ്യത്തെ നയപ്രഖ്യാപനം കേരളത്തിലെ ആദ്യത്തെ നയപ്രഖ്യാപന പ്രസംഗം നടത്താനായി പുറപ്പെടുന്ന കാഴ്ചയാണ് കാണുന്നത്. കൃത്യം 9 മണിക്ക് തന്നെ സഭ സമ്മേളിക്കും. സഭയിലും വലിയ ഒരുക്കങ്ങളാണ്. ഗവർണറെ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ എത്തിച്ചേർന്നു. മുഖ്യമന്ത്രിയും സ്പീക്കറും പാർലമെന്ററി കാര്യമന്ത്രിയും ചേർന്നായിരിക്കും ഗവർണർ ആർലേക്കറെ ഇന്നിപ്പോൾ സ്വീകരിക്കുക. ആർലേക്കർ ഇപ്പോൾ രാജ്ഭവനിൽ നിന്ന് പുറപ്പെടുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. തൻ്റെ കേരളത്തിലെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗം നിർവഹിക്കാനാണ് ഗവർണർ നിയമസഭയിലേക്ക് തിരിച്ചിരിക്കുന്നത്. സർക്കാർ തയ്യാറാക്കി മന്ത്രിസഭ അംഗീകരിച്ച് നൽകിയ പ്രസംഗം ഗവർണർ അതേപടി അംഗീകരിച്ചെന്നും മാറ്റങ്ങളൊന്നും നിർദ്ദേശിച്ചിട്ടില്ല എന്നുമാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മുൻ ഗവർണർ അത്തരം മാറ്റങ്ങളൊക്കെ നിർദ്ദേശിച്ചിരുന്നു, അത് തിരുത്താനൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അത്തരം മാറ്റങ്ങളൊന്നും ഈ ഗവർണർ നിർദ്ദേശിച്ചിട്ടില്ല. അതായത് അതേപടി തന്നെ ഈ നയപ്രഖ്യാപന പ്രസംഗം ഗവർണർ വായിക്കുമെന്നുള്ള സൂചനകളാണ് വരുന്നത്. പ്രത്യേകിച്ച് നിയമസഭാ സമ്മേളനം ഇനി 27 ദിവസം നീണ്ടു നിൽക്കുന്ന നിയമസഭാ സമ്മേളനമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വർഷം കൂടി ആയതുകൊണ്ട് തന്നെ ജനപ്രിയ പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സർക്കാരിൽ നിന്നുണ്ടാകാനുള്ള സാധ്യത കൂടി കണക്കിലാക്കുന്നുണ്ട്. ഇന്നിപ്പോൾ 9 മണിക്കാണ് നയപ്രഖ്യാപന പ്രസംഗം ആരംഭിക്കേണ്ടത്. ഗവർണർ വളരെ കുറച്ച് നിമിഷത്തിനകം തന്നെ നിയമസഭാ കവാടത്തിൽ എത്തിച്ചേരും. അവിടെ എല്ലാവരും തയ്യാറായി നിൽക്കുന്ന ദൃശ്യങ്ങൾ കൂടി കാണുന്നുണ്ട്. മുഖ്യമന്ത്രി, സ്പീക്കർ, പാർലമെന്ററി കാര്യമന്ത്രി തുടങ്ങിയവരാണ് ഗവർണറെ സ്വീകരിക്കാനെത്തുക. അതിനു മുൻപ് തന്നെ ഗവർണർക്ക് ആദരവൊരുക്കിക്കൊണ്ട് ആദരം നൽകിക്കൊണ്ട് തന്നെയായിരിക്കും അവിടെ സ്വീകരണം ഏർപ്പാടാക്കിയിട്ടുണ്ടാവുക. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ നിയമസഭാ കവാടത്തിൽ തയ്യാറായിട്ടുണ്ട്. നിയമസഭയ്ക്ക് മുന്നിൽ ഗവർണർ കാത്തുകൊണ്ട് നിൽക്കുകയാണ്. മുഖ്യമന്ത്രി അടക്കമുള്ള പ്രമുഖർ അല്പസമയത്തിനകം രാജ്ഭവനിൽ നിന്ന് പുറപ്പെട്ടാൽ വളരെ കുറച്ച് സമയം മാത്രം മതി നിയമസഭയിലേക്ക് എത്തിച്ചേരാൻ. ഗവർണർക്കായുള്ള കാത്തിരിപ്പിലാണ്. എന്തായാലും നയപ്രഖ്യാപന പ്രസംഗം 9 മണിക്ക് തന്നെ കൃത്യം 9 മണിക്ക് തന്നെ ആരംഭിക്കേണ്ടതുണ്ട്. അതുപ്രകാരം തന്നെയാണ് ഇന്ന് രാജ്ഭവനിൽ നിന്ന് ഗവർണറുടെ യാത്രയും തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത്. എന്തായാലും ഗവർണർ പുറപ്പെട്ടു കഴിഞ്ഞു. ഇനി വളരെ കുറച്ച് നിമിഷങ്ങൾക്കകം തന്നെ ഗവർണർ നിയമസഭയിലേക്ക് എത്തിച്ചേരും. പ്രത്യേകിച്ച് ഗവർണറെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ തൻ്റെ ആദ്യത്തെ നയപ്രഖ്യാപന പ്രസംഗമാണ് ഇന്ന് നടക്കുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. മുൻവർഷങ്ങളിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടായിരുന്ന സമയത്ത് പോലും ഈ നയപ്രഖ്യാപന പ്രസംഗ സമയത്ത് നിരവധി വിവാദങ്ങളൊക്കെ ഉണ്ടായ സാഹചര്യം കൂടി ഈ സമയത്ത് ഓർക്കുകയാണ്. ലിജോ റോളൻസ് ഉണ്ട് രാജ്ഭവനിൽ നിന്നുള്ള വിശദാംശങ്ങൾ പങ്കുവയ്ക്കാനായി. ലിജോ, ഗവർണർ പുറപ്പെട്ടു കഴിഞ്ഞു. ഇനി വളരെ കുറച്ച് സമയങ്ങൾക്കകം തന്നെ നിയമസഭയിലേക്ക് എത്തിച്ചേരും അല്ലേ? 8:45 ആയപ്പോൾ തന്നെ ഗവർണർ രാജ്ഭവനിൽ നിന്നും യാത്ര പുറപ്പെട്ടു. 47 കഴിഞ്ഞപ്പോൾ തന്നെ ആ രാജ്ഭവന്റെ മുൻവശത്തെ ഗേറ്റ് പാസ് ചെയ്ത് പോവുകയും ചെയ്തു. അവിടെ ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ നോക്കി കൈകൂപ്പിയതിനു ശേഷമായിരുന്നു അതുവഴി പാസ് ചെയ്ത്. വളരെ സ്ലോയിലി, മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് പോലീസിനും മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. പുതിയ ഗവർണറുടെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗമാണ്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സർക്കാരുമായി മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നയപ്രഖ്യാപന പ്രസംഗമെല്ലാം അതുപോലെ അംഗീകരിക്കുക ഉൾപ്പെടെ ശേഷം നടക്കുന്ന ഇതാണ്. ഇതിനുശേഷം ഇവിടെ ഏകദേശം 5 മിനിറ്റിനുള്ളിൽ തന്നെ നിയമസഭയിൽ എത്തിച്ചേരുകയും അവിടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ചേർന്ന് സ്വീകരിച്ചതിന് ശേഷമായിരിക്കും നയപ്രഖ്യാപന പ്രസംഗത്തിലേക്ക് കടക്കുക. മുൻ ഗവർണർ ഉണ്ടായിരുന്ന ഒരു സാഹചര്യമല്ല. പ്രതിഷേധങ്ങളുടെയൊക്കെ കണക്കിലെടുത്തുകൊണ്ട് വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനമൊക്കെ ഒരുക്കേണ്ടുന്ന ഒരവസ്ഥ പോലീസിനുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത്തരത്തിലുള്ള മറ്റു ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കൃത്യമായി കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തുകൊണ്ട് പോലീസിന് അത് മുന്നിലേക്ക് പോകാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് സമ്മേളനം ആരംഭിക്കുന്നു. നയപ്രഖ്യാപന പ്രസംഗത്തോടുകൂടെ സമ്മേളനം ആരംഭിക്കുന്നതിന് മുന്നോടിയായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അല്പസമയത്തിനുള്ളിൽ തന്നെ നിയമസഭയിൽ എത്തിച്ചേരും.